മരുന്ന് കഴിക്കാത്തവർ നമ്മിൽ ചുരുക്കാണ് അല്ലേ? രാവിലെയും വൈകുന്നേരവുമായി പല അസുഖങ്ങൾക്കായി നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ മരുന്ന് കഴിക്കുമ്പോൾ പലതും നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ രോഗം മാറുന്നില്ല. എന്നാൽ മഹാരഥന്മാർ പഠിപ്പിച്ച മരുന്ന് കഴിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ രോഗം അള്ളാഹു മാറ്റിത്തരുമെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും മരുന്ന് കൊടുത്താൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള മരുന്നുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ പഠിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങളെല്ലാം പരിപൂർണമായി ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂടുതൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കണം. എല്ലാവരും ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു പ്രത്യേകമായ ഒരു അറിവാണെന്ന് പഠിക്കുന്നത്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മിൽ മരുന്ന് കഴിക്കാത്തവരാരുമില്ല. ഉണ്ടോ? ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ മരുന്ന് കഴിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ മരുന്ന് നിരന്തരമായി കഴിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? അത് അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യമാണ്. ആരോഗ്യം അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ്. നമ്മുടെ വീട്ടിൽ കിടപ്പിലായ രോഗികളുണ്ടാവും, മുട്ടുവേദനയുള്ളവരുണ്ടാവും. അവരോടൊന്ന് ചോദിച്ചു നോക്കി ആരോഗ്യത്തിന്റെ ആ ഭാഗ്യത്തെപ്പറ്റി, സൗഭാഗ്യത്തെപ്പറ്റി നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. അവർ പറയും ഏറ്റവും നല്ല സന്തോഷകരമായത് ആരോഗ്യമുള്ള സമയമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യം ശ്രദ്ധിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന, ആരോഗ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് അനസ് ബിൻ മാലിക് തങ്ങൾ ചോദിച്ചത്, നബിയെ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായാൽ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായാൽ ഞാൻ എന്താ ചോദിക്കേണ്ടത്? ലോകത്തിന്റെ നായകൻ, ദീനിനെ കുറിച്ച് പഠിപ്പിച്ച പ്രവാചകൻ സ്വർഗത്തെ ചോദിക്കുവാനോ നരകമോചനം ചോദിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല മരണം കിട്ടണമെന്നോ ഒന്നും നീ ചോദിക്കണ്ട. അസ്അലുക്കൽ ആഫിയ, ആരോഗ്യത്തിന് ചോദിക്കും. ആരോഗ്യത്തെയും ആ ദീർഘായുസ്സിനെയും നീ ചോദിക്കും. എങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിലേ നിസ്കരിക്കാൻ പറ്റൂ, ആരോഗ്യം ഉണ്ടെങ്കിലേ നോമ്പെടുക്കാൻ പറ്റൂ, ആരോഗ്യം ഉണ്ടെങ്കിലേ ഖുർആൻ ഓതാൻ പറ്റൂ. ഇതെല്ലാം ആരോഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വർഗവും നരകവും നിയന്ത്രിക്കുന്നത് ആരോഗ്യമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും. രോഗം അള്ളാഹുവിന്റെ പരീക്ഷണവും അനുഗ്രഹവുമാണ്. എങ്ങനെയാണ് അനുഗ്രഹമാവുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നൽ മറദൽ മുസ്ലിം, ഒരു വിശ്വാസിയുടെ രോഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പാപങ്ങളെ പൊറുപ്പിക്കുന്നതിന് കാരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും അഴുക്കുകൾ തീ കൊണ്ട് എങ്ങനെയാണോ ഒരുക്കിക്കളയുക, അഴുക്കും വൃത്തിയാക്കുക, അതുപോലെ പാപങ്ങൾ രോഗത്തെ കഴുകിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊന്ന് വെച്ചാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും അള്ളാഹു നേട്ടം തരണമെന്ന് ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും ഉന്നതി കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു നോക്കും അവന്റെ ബാങ്ക് ബാലൻസ്. ഏത് ദുനിയാവിലെ ബാങ്കല്ല, അമലുകളുടെ ബാങ്കിന്റെ ബാലൻസ് എത്ര ഉണ്ടെന്ന്. നമ്മളെയൊക്കെ അമല് പൂജ്യമല്ലേ, എന്താ അമലുള്ളത്? അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും? ആ പദവിയിലേക്ക് എത്താൻ വേണ്ടി ചില രോഗങ്ങൾ കൊടുക്കും. ആ സമയത്ത് നമ്മൾ അള്ളാഹിനെ കുറ്റം പറയരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിന്റെ കരുണയിൽ നിന്ന് ഒരാളും വിദൂരത്താകരുത്. രോഗം വന്ന് മുട്ടുവേദനയാണ്, നടുവേദനയാണ്, അള്ളാഹ് തരുന്ന രോഗമാണ്. അത് നമുക്ക് സ്വർഗ പ്രവേശനത്തിന് കാരണമാക്കി അത് നിശ്ചയിച്ചതാണെന്ന് നമ്മൾ ക്ഷമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗം വന്നാൽ ചികിത്സിക്കണം. രോഗം വന്നാൽ നമുക്ക് ചികിത്സിക്കണം. രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ്. ഒരു പനി വന്നു, നല്ല പനിയായി, ഒരു തലക്ക് പിടിച്ച് ഓതിയാൽ മതി, നൂലോദ്യം, അതൊക്കെ ചെയ്യണം. അതോടൊപ്പം ചികിത്സയും വേണം. ആത്മീയ ചികിത്സയോടൊപ്പം ഭൗതിക ചികിത്സ നമ്മൾ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, ആരോഗ്യം പോവും, മരണം വരെ സംഭവിക്കാം. രോഗം വന്നാൽ ചികിത്സിക്കണം. തവക്കൽതു അലല്ലാഹ്, റബ്ബിനെ തവക്കുലാക്കി ഇട്ട് നീ ചികിത്സിക്ക്, ഉറപ്പായി നിനക്ക് ശിഫ കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? നമ്മൾ വലിയ തവക്കുലിന്റെ ആളുകളൊന്നുമില്ല. നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കണം. പക്ഷെ ആ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ്, മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് റബ്ബിനെ തവക്കുലാക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പൊ അള്ളാഹു ആ വഴി തുറന്നു തരും. ഈ ചികിത്സ ഒരു രോഗം മാറാൻ ഒരു കാരണമാക്കി അള്ളാഹു തീരുമാനിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് രോഗം ഈ ദുനിയാവിൽ വന്നിട്ടുണ്ടോ അതിന് മരുന്നും അള്ളാഹ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ പല മരുന്നിനും ഉസ്താദെ ക്യാൻസർ പൂർണ്ണമായും മാറാൻ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല, അള്ളാഹ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് അള്ളാഹു തീരുമാനിച്ചതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മരുന്ന് കഴിച്ചാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മളൊക്കെ മരുന്ന് കഴിക്കുന്നവരാ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഡോക്ടർമാർ പറയുന്ന നിയമങ്ങൾ
നിയമങ്ങൾ അതുപോലെ അനുസരിക്കണം. രാവിലെ കഴിക്കാൻ പറഞ്ഞ് രാവിലെ തന്നെ കഴിക്കണം, വൈകുന്നേരം കഴിക്കാൻ പറഞ്ഞ് വൈകുന്നേരം കഴിക്കണം, ഭക്ഷണത്തിന് ഇന്നത് കഴിക്കാൻ പറഞ്ഞ് ഭക്ഷണം ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് കഴിക്കരുത്. ഡോക്ടർമാർ മരുന്നുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത് റബ്ബിലേക്ക് തവക്കുൽ ഉണ്ടാകണം. എന്ത് റബ്ബിലേക്ക് തവക്കുലാണ്? പടച്ചോനെ ഒരു വേദനയാണ്, ടെസ്റ്റിന് പോകണം, തവക്കൽ തുറന്ന റബ്ബെ നീയാണ് തൂണ. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ വേണ്ടി ലാബിൽ പോകുമ്പോഴും ബ്ലഡ് കൊടുക്കുമ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും അല്ല വേണ്ട. റിസൾട്ട് വരുന്നതിന് മണിക്കൂർ മുമ്പ് അല്ലാ പടച്ചോനെ എല്ലാം ശരിയാക്കി തരണേ അല്ലാ. ആ നിലമേപ്പള്ളിക്ക് അല്ലെങ്കിൽ ഭീമാപ്പള്ളിക്ക് 10 രൂപ, കടുവാപ്പള്ളിക്ക് 5 രൂപ, മമ്പുറം ഞങ്ങൾക്ക് 25 രൂപ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങുന്നതിന് മുമ്പ് തവക്കൽ തുറല്ല നമ്മൾ പറഞ്ഞു. പള്ളിക്ക് കൊടുക്കേണ്ടെന്നല്ല, പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹിനെ നമ്മൾ തവക്കുലാക്കിയിരിക്കണം. അത് മറന്നു പോകരുത്. അതോടൊപ്പം അള്ളാഹിനെ തവക്കുലാക്കൽ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു വയറുവേദന, ശക്തമായ വയറുവേദന. അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹു വയറുവേദന സഹിക്കാൻ പോയി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയെ ആ കാണുന്ന ഇല നീ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഒരു ഇല കാണിച്ചിട്ട് പറഞ്ഞു ആ ഇല കഴിക്കാൻ പറഞ്ഞു. മൂസാ നബി കഴിച്ചു, വയറുവേദന മാറി. കുറേ നാൾ കഴിഞ്ഞിട്ട്, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മൂസാ നബിക്ക് വീണ്ടും വയറുവേദന വന്നു. അപ്പൊ മൂസാ നബി ചിന്തിച്ചു, അള്ളാഹ് അന്ന് പറഞ്ഞ ഇലയല്ലേ, കഴിച്ചു മാറിയല്ലോ, ഇനി ഞാൻ ഒന്ന് കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാതെ ഇല പോയി കഴിച്ചു. വയറുവേദന മാറിയില്ല. മൂസാ നബി അള്ളാഹിനോട് ദുആ ചെയ്ത്, പടച്ചോനെ മാറുന്നില്ലല്ലോ, എന്താ പറ്റിയ? അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയെ അന്ന് നീ എന്നെ തവക്കുലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് കഴിക്കാൻ പറഞ്ഞു. ഇന്ന് നീ എന്നെ തവക്കുലാക്കിയതല്ല, നീ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നീ കഴിച്ചതാണ്, എന്നെ നീ തവക്കുലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് മാറാത്തതെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ നമുക്ക് തവക്കുൽ ഉണ്ടാകണം. BP വന്ന, ഒരു തലവേദന വന്ന, ഒരു പനി വന്ന, പാരാസിറ്റമോൾ കഴിച്ചാൽ മതി മാറിക്കോളും എന്ന് പറയുന്നതിന് മുമ്പ് പടച്ചോനെ നീ ഷിഫയാക്കണേ അല്ല, നിന്നെ തവക്കുലാണെന്ന് പറഞ്ഞ് കഴിക്ക്, അല്ല ഷിഫ തരും അത്രേ. അപ്പൊ ഒന്നാമത് ഡോക്ടർമാർ പറയുന്ന കേൾക്കുക, രണ്ടാമത്തെ തവക്കുലാക്കുക, മൂന്നാമത്തത് ബിസ്മി ചൊല്ലി കഴിക്കുക. ഗുളിക കഴിക്കുമ്പോഴും സിറപ്പ് കുടിക്കുമ്പോഴും എന്ത് ചെയ്താലും, ഇൻസുലിൻ എടുത്താലും എന്ത് ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തത് വലത് കൈ കൊണ്ട് കുടിക്കുക. ഗുളിക എടുക്കാൻ വലത് കൈ കൊണ്ട് വായിലേക്ക് ഇടുക, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക. അതുപോലെ അഞ്ചാമത്തത് ഇരുന്ന് കഴിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ നേരം ടേബിളിന്റെ പുറത്ത് മരുന്ന് വെച്ചിട്ടുണ്ട്, ഷോക്കേഴ്സിന് മരുന്നുണ്ട്. ആ ഗുളിക നമ്മൾ എടുക്കും, നിന്നുകൊണ്ട് തന്നെ ഗുളിക പൊട്ടിക്കും, വായിലേക്കിടും, വെള്ളം ഒഴിക്കും, നിന്നുകൊണ്ട് കുടിക്കും, ഗ്ലാസോടെ കൊണ്ടുവെക്കും. ഇതാണ് നമ്മുടെ മരുന്ന്. അല്ല, ഇരുന്ന് മരുന്ന് കഴിക്കുകയും ഗുളിക കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യണമെന്നാണ് മുത്തുനബി തങ്ങളുടെ സുന്നത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ആറാമത്തത് മരുന്നെല്ലാം കഴിച്ച് വെള്ളമെല്ലാം കുടിച്ചു, അൽഹംദുലില്ലാഹ്, ഹംദ് പറയണം. പടച്ചോനെ ഈ മരുന്ന് കഴിക്കാൻ എനിക്ക് ഇടവരുത്തിയ നീയാണ്, പരാതിയൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. അള്ളാനെ നന്ദി ചെയ്യലാടോ, അള്ളാനെ നന്ദി ചെയ്യലാണ്. അത് അള്ളാഹു രോഗം മാറ്റില്ല. ഇനി ശക്കർത്തും, എനിക്ക് നന്ദി ചെയ്യ്, ഞാൻ നിനക്ക് വേണ്ടതൊക്കെ തരാം, നന്ദി ചെയ്യ്. അതുപോലെ ഏഴാമത്തത് ക്ഷമിക്കുക. അള്ളാഹുവെ ഒരൊറ്റ നിസ്കാരം ഞാൻ മുടക്കണില്ല, എന്നാലും എനിക്ക് തന്നെ മുട്ടുവേദന വന്നല്ലോ, പരാതി വേണ്ട. പടച്ചോനെ എനിക്ക് മാത്രം എന്തെങ്കിലും രോഗങ്ങൾ, പരാതി വേണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങളും രോഗങ്ങളും വേദനകളും തരുന്നത് എന്ന് മറക്കണ്ട. അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്ത വ്യക്തിയാണെന്നുള്ള ചിന്തയോടെ ക്ഷമിക്ക്. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാന്റെ ഖുർആനാണ്. ആരോടല്ല? നിസ്കരിക്കുന്നവരോടൊന്നല്ല, നോമ്പെടുക്കുന്നവരോടൊന്നല്ല. ഖുർആൻ പറഞ്ഞു ഇന്നല്ലാഹ മഅസ്വാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളയുണ്ട്. നമുക്ക് ക്ഷമയില്ല, നമ്മുടെ ഒരു വേദന ഒന്ന് സഹിക്കാൻ വയ്യാതെ നമ്മൾ എന്തൊക്കെ വിളിച്ച് പറയണേ. ആ ഡോക്ടർ കൊള്ളൂല, ഈ ഡോക്ടർ കൊള്ളൂല, ആ മരുന്ന് കൊള്ളൂല. ഈ മരുന്നും ഡോക്ടറൊക്കെ അള്ളാഹ് നിശ്ചയിച്ചതാണ്. അള്ളാഹ് തീരുമാനിക്കുന്ന കരങ്ങളിലൂടെ, മരുന്നുകളിലൂടെ ശിഫ കിട്ടുള്ളൂ. അപ്പൊ ക്ഷമയുണ്ടാവുക, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ക്ഷമിക്കുക. അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കറിയാം. ശരീരം മുഴുവനും പൊട്ടി ഒലിച്ചിട്ട് പോലും മഹാൻ അള്ളാഹിനെ പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്തില്ല രോഗം മാറാൻ. നാവിൽ രോഗം വന്നപ്പോൾ പറഞ്ഞ്, പടച്ചോനെ എനിക്ക് ദിക്ർ ചെയ്യാനുള്ള നാവാണ്, അതിനെ നീ ഒന്ന് മാറ്റിത്തരണമെന്നാ പറഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഒരു തലവേദന വന്ന അന്ന് നിസ്കാരം ഇല്ല, വയറുവേദന വന്ന അന്ന് നിസ്കാരം ഇല്ല. അള്ളാഹു നമുക്ക് ആക്കട്ടെ. അപ്പൊ 7 കാര്യങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് രോഗം വരുന്ന നല്ലതിനാണ്. 4 മലക്കുകളുടെ രോഗം വരുമ്പോൾ അള്ളാഹ് പറഞ്ഞുവിടുന്ന. ഒരു പനി വരുമ്പോൾ 4 മലക്ക് നമ്മൾ എടുത്തു വരും. എന്നിട്ട് അള്ളാഹു പറയാണ് ആരോഗ്യം എടുത്തുകൊണ്ട് പോകും. ഇല്ലേ, ഒരു പനി വന്നാൽ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നാൽ മതി, ആരോഗ്യമൊക്കെ ക്ഷയിക്കും. രണ്ടാമത്തെ മലക്ക് വന്നിട്ട് നാവിന്റെ രുചി, മധുരമുള്ളത് കഴിച്ചാലും എരിവുള്ളത് കഴിച്ചാലും ഒന്നും തോന്നില്ല, എപ്പോഴും ഒരു കയ്പ്പ് മാത്രം. എന്റെ
രോഗം വന്നാൽ നാവിന്റെ രുചി മലക്ക് കൊണ്ടുപോകുമത്രേ. മൂന്നാമത്തത് മുഖത്തിന്റെ പ്രകാശമൊക്കെ ഇപ്പൊ നമ്മൾ പറയില്ലേ വാടിക്കരിഞ്ഞു, മുഖത്തിന്റെയൊക്കെ അവസ്ഥ നോക്കിയേ ഒരു കോലായി, മലക്ക് കൊണ്ടുപോയതാ. നാലാമത്തത് നമ്മുടെ പാപങ്ങൾ മലക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ രോഗമൊക്കെ മാറുമ്പോൾ അള്ളാഹുവിനോട് മലക്കുകൾ ചോദിക്കും, പടച്ചോനെ ആ മനുഷ്യനിൽ നിന്ന് എടുത്ത 4 കാര്യങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. അള്ളാഹ് പറയും, ആരോഗ്യം ആരാ എടുത്തേ? കൊണ്ടുകൊടുത്തേക്ക്. സൗന്ദര്യം ആരാ എടുത്തേ? കൊണ്ടുകൊടുത്തേക്ക്. നാവിന്റെ രുചി ആരാ എടുത്തേ? കൊണ്ടുകൊടുത്തേക്ക്. പാപത്തിന്റെ മലക്കോരെ പടച്ചോനെ ഞാനും കൂടി അവരുടെ വന്നേ. അള്ളാഹ് പറയും, പാപങ്ങൾ തിരിച്ചു പോണ്ട, ആ രോഗം കാരണം അവന്റെ ആ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു എന്ന് അള്ളാഹ് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനാണപ്പോ അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരുന്നത്. അള്ളാഹു നമുക്ക് രോഗങ്ങളെല്ലാം ശിഫയാക്കി തന്നേക്കുമാറാകട്ടെ. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അലിയാര് തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരല്പം ഉപ്പ് കഴിക്കൽ, ഒരു ഉപ്പ് കഴിക്കൽ 70ഓളം രോഗത്തിന് ശമനമുണ്ടെന്നാണ്. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോഴും വൈകുന്നേരം ഒരല്പം ഉപ്പ് എടുക്കുക, വായിലേക്ക് വെക്കുക, അത് കഴിച്ചിറക്കിയതിന് ശേഷം ഭക്ഷണം കഴിക്കും. 70 രോഗത്തിന് ശമനമുണ്ടെന്നാണ്, ആരോഗ്യ സംരക്ഷണത്തിനാണ്. അതുപോലെ ഭക്ഷണം നേരത്തെ കഴിക്കണം. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണപ്പോഴാണ് ഒരു 8:30-9 മണി ഇല്ലേ? അല്ല, സുബഹി കഴിഞ്ഞ ഉടനെ നമ്മളൊന്ന് കഴിക്കും. ഉച്ചയ്ക്ക് ളുഹർ കഴിഞ്ഞ ഉടനെ കഴിക്കും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ കഴിക്കും. അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞ ഉടനെ. നമ്മൾ രാത്രി കഴിക്കണപ്പോഴാണ് 11:30-12 മണി. ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. നേരത്തെ ഭക്ഷണം കഴിക്കണം. അതുപോലെ വെള്ളം കുടിക്കണം, ധാരാളം ശരീരത്തിന് വെള്ളം ആവശ്യമായത് കൊടുക്കണം. നാലാമത്തത് മിസ്വാക്ക് പതിവാക്കണം. പല്ല് തേക്കൽ നമ്മൾ 5 നേരം ഒളു എടുക്കുമ്പോഴും പല്ല് തേക്കണം. എത്ര രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും അറിയോ? വാലിരിക്കുന്ന അണുക്കൾ അതെല്ലാം പുറത്തേക്ക് പോകും. പല്ല് തേക്കൽ പതിവാക്കുക. അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇറച്ചി നമ്മൾ പതിവാക്കണം. നമ്മൾ പണ്ടൊക്കെ പറയും വെള്ളിയാഴ്ച ദിവസം ഇറച്ചി പഠിക്കാത്ത ദീനുൽ ഇസ്ലാം എന്ന പുറത്താണ്. അങ്ങനെ പുറത്താവട്ടൊന്നുമില്ല, കഴിക്കൽ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി കഴിക്കൽ നല്ലതാണ്. അതുകൊണ്ടാണ് കാരണവന്മാർ അങ്ങനെ പറഞ്ഞത്. അതുപോലെ അലിയാര് തങ്ങൾ മറ്റൊന്ന് പറയാണ്, അജുവ ഈത്തപ്പഴം വെറും വയറ്റിൽ 7 എണ്ണം ദിവസവും പതിവാക്കണം. വിലപിടിപ്പുള്ളതാണ്. അജുവയുടെ ഈത്തപ്പഴം 7 എണ്ണം വെച്ച് എല്ലാ ദിവസവും പതിവാക്കിക്കൊള്ളിൻ. അതുപോലെ മറ്റൊന്ന് 21 ഉണക്ക മുന്തിരിങ്ങ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. ആ വെള്ളവും മുന്തിരിങ്ങയും കഴിക്കുക, ആരോഗ്യ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. അതുപോലെ ഉളു നിത്യമാക്കുക, ഇബാദത്ത് പതിവാക്കുക, ഖുർആൻ ഓതുക, അധികം മധുരം ഒഴിവാക്കുക. ഇതെല്ലാം അലിയാര് തങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഇനി മരുന്ന് കഴിക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഒരുപാട് ആളുകൾ രോഗം കണ്ട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രദാനിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ ഒരു 12-13 മിനിറ്റിനുള്ളിൽ നമ്മുടെ വിഷയം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് ആശയം. നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കില്ല. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. ഇൻഷാ അള്ളാഹ് ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.